നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ അറിയാതെ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ എനിക്ക് എന്റെ മോളെ തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. ആർക്കും ഒരു ശല്യമാകാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരികയില്ല. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. എങ്കിൽ സത്യം ചെയ്യേ. സത്യം. ഈശ്വര, എന്തൊരവസ്ഥ ഏത്? ഞാനിപ്പോ എന്താ ചെയ്യാ? മോളെ പേടിക്കണ്ട, അമ്മ അടുത്ത് തന്നെ ഉണ്ട്. മാളുവിന് വയ്യാതായിട്ട് എന്താ ആരും ഒന്നും അറിയാത്തത്? മഹിയേട്ടൻ എന്താ മോളെ വന്ന് നോക്കാത്തത്? ഒരുറക്കം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ മാളുവിന്റെ സങ്കടമൊക്കെ മാറിയിട്ടുണ്ടാവും. നമുക്ക് പറഞ്ഞു നോക്കാം. എന്നാലും മാളുവിന്റെ വാശി ഇത്തിരി കൂടുതലാ. ഇന്നലെ അവളൊന്നും കഴിച്ചില്ലല്ലോ അമ്മേ. ഇന്നുകൂടി കഴിക്കാതിരുന്ന നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ മാളുവിനെ വന്ന് നോക്കാൻ ഇവരോട് പറയും? മാളുവിന് വയ്യെന്ന് ഇവരെ എങ്ങനെ അറിയിക്കാൻ പറ്റും? മഹിയേട്ടാ, ഒന്ന് മാളുവിന്റെ മുറിയിലേക്ക് വന്ന് നോക്കാവോ? ആഹാരം നമുക്ക് മാളുവിന്റെ മുറിയിൽ വെച്ചേക്കാം. വിശക്കുമ്പോ കഴിച്ചോളും. മഹിയേട്ടാ, മാളുവിനോട് പറയാതെ അങ്ങനെ കൊണ്ട് വെച്ചാലേ അതെല്ലാം മാള് തട്ടിക്കളയും. അതുറപ്പാ. ഇപ്പോഴൊന്നും മാളുവിന്റെ മുറിയിലേക്ക് വരില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോളെ, മോളെ, അമ്മ വിളിച്ചിട്ട് ആരും വരുന്നില്ലല്ലോ മോളെ. അയ്യോ മോളെ, എന്താ ഇപ്പൊ ചെയ്യാ? മാളുവിന്റെ മുറിന്നാണല്ലോ അമ്മ ശബ്ദം കേട്ടത്. അതെ മഹിയേട്ടാ, മാളുവിന്റെ മുറിന്ന് തന്നെയാ. അയ്യോ മോനെ. അയ്യോ, ആ കുട്ടിപ്പിശാചെ എന്തോ താഴെയിട്ട് പൊട്ടിച്ചെന്ന് തോന്നുന്നു. നീ വാ. മഹിയേട്ടാ, മഹിയേട്ടാ ഒന്ന് വേഗം വാ. മഹിയേട്ടാ, മഹിയേട്ടാ, നീ മോള്. മഹിയേട്ടാ, നീ മോളെ നോക്ക്. മഹിയേട്ടാ, മഹിയേട്ടാ, അവക്ക് നല്ല പനിയുണ്ട്. മഹിയേട്ടാ നോക്ക്. മാളു, മോളെ, മാളു, മാളു. മോളെ, മോളെ, അമ്മേ, പൊള്ളുന്ന പനിയാ. അയ്യോ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. മാളു, എനിക്ക് കാണണം. മോളെ, മാളു. കാണണം. അമ്മേ, ഡോറ് തുറക്ക. കേറിയിരിക്ക. വേഗം വേഗം മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കും മഹിയേട്ടാ. എന്റെ മാളുവിന് ഒരു ആപത്തും ഉണ്ടാവരുതേ. ആ, ആഹാ, മഹിയോ? മുത്തശ്ശി, ഗംഗ
ഗംഗയൊന്ന് വിളിക്കാവോ? ഗംഗയോ? അവളിവിടെ ഇല്ലല്ലോ. അവളും മഹിയുടെ വീട്ടിലല്ലേ? അല്ല, ഗംഗ ഇങ്ങോട്ട് തിരിച്ചു വന്നിരുന്നു. ആണോ? എന്നിട്ട് അവൾ ഇവിടെ എത്തിയോ അതോ വഴിതെറ്റി എങ്ങോട്ടെങ്കിലും പോയോ എന്നൊക്കെ ആരെങ്കിലും അന്വേഷിച്ചായിരുന്നോ? അച്ഛനും അമ്മയും ആരുമില്ലാത്ത കുട്ടിയാ. അതിനെ ആ വീട്ടിൽ നിന്നും എല്ലാവരും കൂടി ചേർന്ന് ഇറക്കി വിട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ അന്വേഷിച്ചു വന്നത്? മുത്തശ്ശി പറഞ്ഞതെല്ലാം ശരിയാണ്. എല്ലാം എന്റെ തെറ്റാ. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഞാൻ വേണമെങ്കിൽ ഗംഗയോട് ക്ഷമ ചോദിക്കാം. അയ്യോ, മഹേട്ടാ. ഗംഗ ഗംഗ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ മഹേട്ടാ. ക്ഷമ പറയാൻ മഹേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മഹേട്ടന് ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്നും എനിക്കറിയാം. മാളു ഗംഗയെ കാണാതെ വലിയ വിഷമത്തില. ഗംഗ പോയതിൽ പിന്നെ മാളു ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. രാവിലെ മാളുവിന് വയ്യാതായി. പൊള്ളുന്ന പനിയായിരുന്നു. ഇപ്പോ മാളു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അയ്യോ, പാതി മയക്കത്തിലും അവള് ഗംഗയാണ് അന്വേഷിക്കുന്നത്. അയ്യോ, ശ്രീ മഹേശ്വര, മാളുനൊന്നും പറ്റാതെ രക്ഷിക്കണേ. അവിടുന്ന് വന്നതിൽ പിന്നെ ഇവളും ഒന്നും കഴിച്ചിട്ടില്ല. എപ്പോഴും എന്റെ മാളു, എന്റെ മഹിയേട്ടൻ എന്നും പറഞ്ഞിരിപ്പാ. മുത്തശ്ശി, ഗംഗയെ എന്റെ ഒപ്പം തിരിച്ചയക്കണം. ഇനി ഒരു സങ്കടവും ഗംഗയ്ക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും വേണ്ട മഹി. എത്രയൊക്കെ ആയാലും ഗംഗ അവിടെ അധികപ്പറ്റായിരിക്കും. ഇനിയും അവൾ അവിടെ വന്ന് നാണം കെടാൻ ഞാൻ സമ്മതിക്കില്ല. മോൻ തിരിച്ചു പൊയ്ക്കോ, അതാ നല്ലത്. മാളുവിന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ വയ്യ. അതാ ഞാൻ വന്നത്. ഗംഗയോട് ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നറിയാം. അതുകൊണ്ടാ എനിക്കിപ്പോ തിരിച്ചു വരേണ്ടി വന്നത്. എന്നോട് ക്ഷമിക്കാൻ ഗംഗയ്ക്ക് സാധിക്കുമെങ്കിൽ മാളുവിന് വേണ്ടി ഗംഗ വരണം. ഞാൻ 5 മിനിറ്റ് വണ്ടിയിലിരിക്കും. ഗംഗ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും. പക്ഷെ ഗംഗ വരുമെന്നാണ് എന്റെ ആഗ്രഹവും പ്രതീക്ഷയും. ഇല്ല, അവള് വരില്ല. ഗംഗ അകത്ത് പോ. മുത്തശ്ശി, ഞാൻ അകത്ത് പോകാൻ. വാ ഇങ്ങോട്ട്. മുത്തശ്ശി, ഞാൻ പറഞ്ഞോട്ടെ. വരാനല്ലേ പറഞ്ഞത്? മുത്തശ്ശി, ഇങ്ങോട്ട് വാ. അയ്യോ. വരാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.